ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇതുപോലെ കടല കാച്ച, ഞങ്ങൾ കടല കാച്ച എന്ന് പറയുക കാച്ച. ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ നല്ല ക്രിസ്പിയായ ഒരു ആഴ്ച ഒരു മാസം നമ്മൾ പാത്രത്തിലിട്ട് വെച്ചാൽ എന്താവല്ലേ കടല കാച്ച, അടിപൊളി കടല കാച്ച. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തൊട്ടേ പറയാം, ഷെയർ ചെയ്യുക ചാനൽ. ആദ്യം അരി, പച്ചരിയും കടലയും, പൊരിക്കടല, ഇതുപോലത്തെ പൊരിക്കടല, അരക്കിലോ പൊരിക്കടല, പച്ചരി, ഒരു ഗ്ലാസ് പച്ചരി, ഈ ഗ്ലാസ് പോലത്തെ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിന് ഇത് മിക്സിയിലിട്ടിട്ട് 2 മുട്ട മിക്സിയിലിട്ട് അരിനെ മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. മിക്സിയിലിട്ട് അരച്ചിട്ട് എന്നിട്ട് 2 മുട്ട അതിന് ചേർക്കണം. 2 മുട്ട ചേർത്തിട്ട് വീണ്ടും മിക്സിക്ക് ഇടണം. ഒന്നും കൂടി അരച്ചെടുക്കണം. ഒന്നും കൂടി മിക്സിയിലിട്ട് വീണ്ടും അരച്ചെടുക്കണം. മുട്ടവും പച്ചറിയും 2 മിക്സിയിലിട്ട് ഒന്നും കൂടി അരച്ചെടുത്തിട്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. മാറ്റി വെച്ചിട്ട് ഫുള്ള് മിക്സി നല്ല വടിച്ചെടുത്തിട്ട് ഇട്ടിട്ട് പാത്രത്തിലേക്ക് ആക്കണം. എന്നിട്ട് അടുപ്പത്ത് എണ്ണ ചൂടാൻ വെക്കണം. അടുപ്പത്ത് എണ്ണ ചൂടാൻ വെച്ചിട്ട് ഗ്യാസ് എത്തിച്ചിട്ട് അടുപ്പത്ത് എണ്ണ ചൂടാൻ വെച്ചണം. എണ്ണ നല്ലപോലെ ചൂടാണം. നല്ലപോലെ എണ്ണ ചൂടാൻ ശേഷം അരച്ച് വെച്ച മാവിലേക്ക് തേങ്ങ കൊത്തില്ലേ, കൊപ്പര ചെറിയ പീസാക്കിയ കൊപ്പര ഇട്ടെങ്കാവില്ല നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് അത് ഇടുന്നേ. ഞാനിട്ടു. ആ മാവിലേക്ക് കൊപ്പര ഇടണം, കുറച്ച് കറിച്ചപ്പലിടണം, മിക്സ് ആക്കണം. അതിട്ടിട്ട് എന്നിട്ട് മിക്സ് ആക്കണം നല്ലപോലെ. വെള്ളമാണ് കുറച്ച്, അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ദോശമാവിലുള്ള പോലെ കടല ഇടണം. എന്നിട്ട് ആ കടല ഇട്ടിട്ട് എല്ലാം കടല ഒരുമിച്ചിട്ട് ഇടണ്ട, കുറച്ച് കടല ഇട്ടാൽ മതി. കുറച്ച് കടല ഇട്ട് നല്ലപോലെ മിക്സ് ആക്കണം. ഞാൻ കുറച്ചാക്കിയിട്ട് അര കിലോ കടല ഉണ്ടായില്ല, അപ്പോൾ ഞാൻ കുറച്ച് കടല ഇട്ട. എൻ്റെ ആ ചൂടായ എണ്ണയ്ക്ക് നല്ലപോലെ ചൂടായിട്ടാകുമ്പോൾ ആ ചൂടായ എണ്ണയ്ക്ക് ഈ കടലയും മാവ് അതിലേക്ക് ഇടണം. എണ്ണ ചൂടായി. എണ്ണ ചൂടായി എന്നിട്ട് ആ എണ്ണയ്ക്ക് ഇടണം. കടലിന് ഫുള്ളായിട്ട് എണ്ണയ്ക്ക് ഇടണം. ഒന്ന് ഇളക്കി കൊടുക്കണം, കട്ട പിടിക്കാറുണ്ട് പോലെ. ഇളക്കി കൊടുത്ത് നല്ലപോലെ വേകട്ടെ. നല്ല കറുമുറാണോ, നല്ല ഒരു ബ്രൗൺ കളറാണോ. ബ്രൗൺ കളറായതിനു ശേഷം അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞ് ഗ്യാസ് ഓഫാക്കി. ഇടയിൽ വന്നിട്ട് ഞാൻ കണ്ടിട്ട് അത് ഗ്യാസ് ഓഫാക്കിയത്.
വീണ്ടും ഞാൻ ഗ്യാസ് കത്തിച്ച് എൻ്റെ അടുക്ക് എന്തിനും ഓഫാക്കിയതാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഗ്യാസ് കത്തിച്ച് ഓഫാക്കുന്നത് ഞാൻ കണ്ടിട്ടാണ്. നല്ലപോലെ എണ്ണയിൽ ഇങ്ങനെ തളിച്ചിട്ട് നമുക്ക് മറിച്ചിട്ടിടണം. മറിച്ചിട്ടിട്ട് ഇതുപോലെ ഇളക്കണം. എന്നിട്ട് ഇതുപോലെ കളർ മാറണം. നല്ല ബ്രൗൺ കളറായില്ലേ,